സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ഇക്കണോമിക്സ് ക്ലാസ്സിലാണ് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടറാണ്, അതായത് അഗ്രികൾച്ചർ സെക്ടർ. എക്കണോമിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുമ്പോൾ തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ആദ്യം പറയുന്നത് തന്നെ അഗ്രികൾച്ചർ സെക്ടറിനെ പേരായിരിക്കും. അഗ്രികൾച്ചർ സെക്ടർ എന്ന് നമ്മളിവിടെ പറയുമ്പോൾ നമ്മളിവിടെ പ്രൈമറി സെക്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം മെയിൻലി ഫാർമിംഗ് ആക്ടിവിറ്റീസ് മാത്രമല്ല, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഈ ആനിമൽ ഹസ്ബൻഡറി, അതുപോലെ ഹോർട്ടിക്കൾച്ചർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രൈസ് പോളിസി. പ്രൈസ് പോളിസി ആദ്യം വരുന്നത് MSP, നമുക്കറിയാം മിനിമം സപ്പോർട്ട് പ്രൈസ്. മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഗവൺമെന്റ് അഗ്രികൾച്ചർ സെക്ടറിൽ ആൾക്കാർക്ക് ഒരു മിനിമം പ്രൈസ് കൊടുക്കാൻ, ഇപ്പൊ ഏതെങ്കിലും ഒരു കമോഡിറ്റി എടുക്കാനായിട്ട് അവർ ഫീൽഡ് സോൾവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഗവൺമെന്റ് MSP മിനിമം സപ്പോർട്ട് പ്രൈസ് ആ ഒരു കമോഡിറ്റിക്ക് പ്രഖ്യാപിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് മാർക്കറ്റിൽ ഇപ്പൊ ഹാർവെസ്റ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റിൽ പറഞ്ഞ ആ കമോഡിറ്റിയുടെ പ്രൈസ് വല്ലാതെ കുറഞ്ഞു പോയാലും കർഷകർക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഉള്ളൊരു പ്രൈസ് ഗവൺമെന്റ് അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ ഫാർമേഴ്സിന് ചോയ്സ് ഉണ്ട്. അവർക്ക് MSPയിൽ വിൽക്കാം വിൽക്കാതിരിക്കാം, അത് ഫാർമേഴ്സിന് മാത്രം ചോയ്സ് ആണ്. അവർക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് മാർക്കറ്റിൽ കൂടുതൽ പ്രൈസ് കിട്ടുന്നുണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ MSPനെക്കാട്ടും ഉണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് മാർക്കറ്റിലും പോയിട്ട്. അതുപോലെ തന്നെ MSP ഫിക്സ് ചെയ്യുന്നത് അപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ, അതുപോലെ ഇൻപുട്സ്, അഗ്രികൾച്ചർ സെക്ടറിൽ ഞാൻ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്സ്, അതിന്റെ കോസ്റ്റ്, ആ സമയത്തെ ഇൻഫ്ലേഷൻ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ മിനിമം സപ്പോർട്ട് പ്രൈസ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൈസ് ഡിസൈഡ് ചെയ്യും. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് PM ആശാ സ്കീം, അതായത് പ്രധാനമന്ത്രി അന്നദാത ആയ സംരക്ഷൺ അഭിയാൻ. ഈ MSP റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്കീം. അടുത്തത് ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ്. ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് എന്ന് പറയുന്നത് നോർമൽ മാർക്കറ്റ് കണ്ടീഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ MSP ഒരു അൺഫേവറബിൾ കണ്ടീഷനിലാണ് ഗവൺമെന്റ് MSP സാധാരണ പ്രഖ്യാപിക്കുന്നത്. ഒരു നോർമൽ മാർക്കറ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കണ്ടീഷൻസ് ഒക്കെ നോർമൽ ആണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ്. ഇത് ഫിക്സ് ചെയ്യുന്നത് CACP ആണ്, അതായത് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസ്. ഇവരാണ് ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് തീരുമാനിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈസാണ് ഫ്രീ മാർക്കറ്റ്. നമുക്കറിയാം മാർക്കറ്റിൽ ഇപ്പോൾ ഏതൊരു കമോഡിറ്റി എടുക്കുകയാണെങ്കിലും അതിന്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുമ്പോൾ ആ മാർക്കറ്റിൽ ഇത്ര ആ കമോഡിറ്റിക്ക് എത്ര ഡിമാൻഡ് ഉണ്ട്, അതിനെത്ര സപ്ലൈ ഉണ്ട് എന്ന് നോക്കിയിട്ട് ഫ്രീ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ഡിമാൻഡും സപ്ലൈയും കൺസിഡർ ചെയ്തിട്ട് മാർക്കറ്റ് തീരുമാനിക്കുന്ന പ്രൈസിനാണ് നമ്മൾ ഫ്രീ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നാലാമത്തെ പ്രൈസാണ് പ്രൊക്യൂർമെന്റ് പ്രൈസ്. അതായത് ഗവൺമെന്റ് എത്ര വിലയ്ക്കാണോ ഈ കമോഡിറ്റീസ് വാങ്ങുന്നത് അതിനെയാണ് പ്രൊക്യൂർമെന്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ പ്രൊക്യൂർമെന്റ് പ്രൈസ് ഹാർവെസ്റ്റിംഗ് ടൈമിന്റെ സമയത്തായിരിക്കും തീരുമാനിക്കുക എത്ര പ്രൈസിലാണ് പ്രോഡക്റ്റ് പ്രൊക്യൂർ ചെയ്യുന്നത്. പിന്നെ അടുത്ത ആസ്പെക്ട് ആണ് സബ്സിഡീസ്. സബ്സിഡീസ് നമുക്കറിയാം, ഒരു ഏതെങ്കിലും ഒരു പ്രൈസ്, എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പ്രൈസ്, പ്രത്യേകിച്ച് ഇൻപുട്സിന്റെ പ്രൈസിന് ഗവൺമെന്റ് ഒരു വില കിഴിവ് കൊടുക്കുന്നതാണ് സബ്സിഡീസ് എന്ന് പറയാം. അതുപോലെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഇപ്പോ ഒരു വില കുറവ് കൊടുക്കുന്നതിന് പകരം അതിന്റെ പൈസ ഡയറക്റ്റ് ഒരു ഫാർമറിന് ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കും. ഡയറക്റ്റ് അതിനുള്ള ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാണ് നേരിട്ട് ഫാർമർ. അതിനാണ് DBT എന്ന് പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റൂറൽ ക്രെഡിറ്റ്. അതായത് നമ്മുടെ റൂറൽ എക്കോണമി അല്ലെങ്കിൽ റൂറൽ ഏരിയകളിലുള്ള എക്കോണമി അഗ്രികൾച്ചർ സെക്ടറിന്റെ ഹെവിലി ഡിപ്പെൻഡൻ്റ് ആണ്. കൂടുതൽ ആൾക്കാരും ജോലി ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടറാണ്. അതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തിനൊക്കെ ക്രെഡിറ്റ് ഉപയോഗിക്കാം? ഇൻപുട്സ് വാങ്ങാൻ, അതുപോലെ ഒരു ഓഫ് സീസൺ ഉണ്ടാകുന്നത് ഒരു പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ആ സമയത്ത് ഉള്ള എക്സ്പെൻസസ് നോക്കുക, അതിനൊക്കെ നമുക്ക് പൈസ ആവശ്യമുണ്ടാകും. ഒരു ഇൻഡിപെൻഡൻസിന്റെ ആ ഒരു സമയം അല്ലെങ്കിൽ അതിന് ശേഷം കുറച്ചുകൂടെ നാളെ വരും കുറേയൊക്കെ ഇപ്പോഴും റൂറൽ ഏരിയാസിൽ മണി ലെൻഡേഴ്സിനാണ് നടത്തുന്നത്. കൂടുതൽ ആൾക്കാർ മണി ലെൻഡേഴ്സിന്റെ അടുത്ത് പോയിട്ടാണ് പൈസ കടം വാങ്ങുന്നത്. അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊളാറ്ററൽ ആയിട്ടൊന്നും കൊടുക്കണം. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ മണി ലെൻഡേഴ്സിനടുത്ത് പോകുന്നത്. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ലെൻഡേഴ്സിനടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിട്ട് ചിലപ്പോൾ ഇവർക്ക് റീപേ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് പോലും മണി ലെൻഡേഴ്സ് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റൂറൽ ബാങ്ക്സ് അതുപോലെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൂറൽ ഏരിയാസ് റൂറൽ ക്രെഡിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ടൈപ്സ് ഓഫ് റൂറൽ ക്രെഡിറ്റ് നോക്കുകയാണെങ്കിൽ 3 ടൈപ്പ് ഓഫ് റൂറൽ ക്രെഡിറ്റ് ഉണ്ട്. ഒന്ന് ഷോർട്ട് ടേം ക്രെഡിറ്റ്.
ഷോർട്ട് ടേം ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 വർഷത്തിനുള്ളിൽ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ആണ് ഷോർട്ട് ടേം ക്രെഡിറ്റ്. അതായത് നമ്മളിപ്പോൾ പൈസ കടം വാങ്ങാണെങ്കിൽ അതും അതിന്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ 1 വർഷത്തിനുള്ളിൽ അടച്ചു തീർക്കണം. മെയിൻലി ഇത് നമ്മൾ കുഞ്ഞു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് ആയിരിക്കും ഇതിൽ ഷോർട്ട് ടേം ക്രെഡിറ്റ് വഴി എടുക്കാം. ഇത് പക്ഷേ ഷോർട്ട് ടേം ക്രെഡിറ്റ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും, ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് ഏർജന്റ് നീഡ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് ഷോർട്ട് ടേം ക്രെഡിറ്റ് ഉപയോഗിക്കാം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് മീഡിയം ടേം ക്രെഡിറ്റ് ആണ്. അതൊരു 2 മുതൽ 5 വർഷം വരെ അല്ലെങ്കിൽ 10 വർഷത്തിൽ താഴെയുള്ള ക്രെഡിറ്റിന് അല്ലെങ്കിൽ ലോണിന് നമ്മൾ മീഡിയം ടേം ക്രെഡിറ്റ് എന്ന് പറയും. ഇതിപ്പോ ഒരു പൊതുവെ ട്രഡീഷണൽ ഫാമിംഗ് ചെയ്യുന്ന ആൾക്കാർ നോർമലി മീഡിയം ടേം ക്രെഡിറ്റ് ആയിരിക്കും എടുക്കാം. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലോങ് ടേം ക്രെഡിറ്റ്. ലോങ് ടേം ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 5 മുതൽ 20 വർഷം വരെ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ലാസ്റ്റ് ചെയ്യുന്ന ലോൺസിന് അല്ലെങ്കിൽ ക്രെഡിറ്റിനെയാണ് നമ്മൾ ലോങ് ടേം ക്രെഡിറ്റ് എന്ന് പറയാം. പൊതുവെ ഫിക്സ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് വാങ്ങുക അല്ലെങ്കിൽ പെർമനന്റ് അസറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലോങ് ടേം ക്രെഡിറ്റ് യൂസ് ചെയ്യുക. ഇനി എന്തിനാണ് നമുക്ക് ക്രെഡിറ്റ് ആവശ്യം? ഒന്ന് ലോങ് ജെസ്റ്റേഷൻ പീരീഡ്. ജെസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോപ്പ് നമ്മൾ സോ ചെയ്ത് അത് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ജെസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ ജെസ്റ്റേഷൻ പീരീഡിൽ ഒരു ഫാർമറിന് ഒരുപാട് എക്സ്പെൻസസ് ഉണ്ടാവും. ഇപ്പോൾ അവർക്ക് ഫെർട്ടിലൈസേഴ്സ് വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ സീഡ്സോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നു. അപ്പൊ ആ സമയത്ത് അവർക്ക് പൈസ വേണ്ടി വരും. എന്നാൽ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ ഇൻകം കിട്ടും. ഈ ഒരു പീരീഡിൽ ഉണ്ടാവുന്ന അവരുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മെയിൻലി ക്രെഡിറ്റ് എടുക്കുന്നത്. പിന്നെ ടു ബൈ ഇൻപുട്ട്, നമ്മൾ എന്താ ഈ സീഡ്സ് ഒക്കെ നടുന്നതിന് മുമ്പ് നമുക്ക് കുറെ ഇൻപുട്സ് വേണ്ടി വരും. അത് ഉപയോഗിക്കാനുള്ള സീഡ് തന്നെ ഒരു ഇൻപുട്ടാണ്. അതുപോലെ തന്നെ ഇത് ചെയ്യാനുള്ള മെഷീനറീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടും ക്രെഡിറ്റ് കൊടുക്കും. മൂന്നാമത്തെ നീഡ് എന്ന് പറയുന്നത് പേഴ്സണൽ എക്സ്പെൻസസ് ആണ്. ഒരു ഫാർമറിന് കുറെ പേഴ്സണൽ എക്സ്പെൻസസ് ഉണ്ട്, പക്ഷെ അത് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻകം ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം എടുക്കും. അതിന് മുന്നിലുള്ള എന്തെങ്കിലും പേഴ്സണൽ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇനിയാണ് സോഴ്സസ് ഓഫ് റൂറൽ ക്രെഡിറ്റ്. നമ്മൾ മെയിൻലി 5 ടൈപ്പ് ഓഫ് സോഴ്സസ് ആണ് റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെയാണ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്. ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ലാൻഡ് കൊളാറ്ററൽ ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ ലോൺസ് എടുക്കും. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. മെയിൻലി ഇത് ലോങ് ടേം ലോൺസ് എടുക്കും. ഇതിനകത്ത് പറഞ്ഞ ലോങ് ടേം ലോൺ നമ്മൾ എന്തിനായിട്ട് ലോങ് ടേം ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഫിക്സ്ഡ് അസറ്റ്സ് വാങ്ങണം, അല്ലെങ്കിൽ മെഷീനറി വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ലോങ് ടേം ലോൺ എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ ഫാമേഴ്സ് ലാൻഡ് ഡെവലപ്മെന്റ് നടത്തുന്നത്. രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏറ്റവും ഇക്കണോമിക് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം ആണ്, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ലോൺ ആണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് നോർമലി സ്മോൾ അല്ലെങ്കിൽ മീഡിയം ഫാർമേഴ്സ് ആയിരിക്കും ഒരു ഷോർട്ട് ടേം ക്രെഡിറ്റിന് വേണ്ടിയിട്ടാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ സമീപിക്കാറ്. അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറവായിരിക്കും. ചില സ്ഥലത്തൊക്കെ ഈ ഫാർമേഴ്സ് തമ്മിൽ തന്നെയായിരിക്കും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ്. അവർക്ക് അറിയാമായിരിക്കും അതിന്റെ നീഡ്സ് എന്താണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ വളരെ ഇക്കണോമിക്കൽ ആയിട്ടുള്ള സോഴ്സസ് ലോൺ ക്രെഡിറ്റ് ആണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റീജിയണൽ റൂറൽ ബാങ്ക്സ്. റീജിയണൽ റൂറൽ ബാങ്ക്സ് ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്യുന്നത്. അവർക്ക് മോണിറ്ററി അസിസ്റ്റൻസ് കിട്ടും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന്. ഇവര് മാർജിനൽ ഫാമേഴ്സ് അല്ലെങ്കിൽ ലാൻഡ്ലെസ് ലേബറേഴ്സ്, ആർട്ടിസൻസ് അങ്ങനെയുള്ള ആൾക്കാർക്ക് പൊതുവെ ഇക്കണോമിക്കലി കുറച്ച് താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് മെയിൻലി റീജിയണൽ റൂറൽ ബാങ്ക്സ് സഹായിക്കാം. ഇനി നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. നമുക്കറിയാം ഇപ്പൊ RBI പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്ര % അഗ്രികൾച്ചർ സെക്ടറിന് ലെൻഡ് ചെയ്യണം. അതെല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സും അഗ്രികൾച്ചർ സെക്ടറിന്റെ ക്രെഡിറ്റിലേക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. ഇനി നാലാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് നോർമലി ഷോർട്ട് ടേം ക്രെഡിറ്റ് കൊടുക്കും സ്ട്രഗിളിംഗ് ഫാമേഴ്സിന്. പൊതുവെ നമുക്കറിയാം നാച്ചുറൽ കലാമിറ്റീസ് പറഞ്ഞു ഫ്ലഡിന് ശേഷമൊക്കെ നമ്മൾ കൊണ്ട് ഗവൺമെന്റ് ഒരുപാട് ഷോർട്ട് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കും. അതുപോലെ ക്രെഡിറ്റ് വേവർ, ലോൺ വേവർ, അങ്ങനെയുള്ള കുറെ ഫെസിലിറ്റീസ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വരാറുണ്ട്. ഇതൊക്കെയാണ് മേജർ സോഴ്സസ് റൂറൽ ക്രെഡിറ്റ്. ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയാം, അതായത് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നബാർഡ് ഒരു ഡെവലപ്മെന്റ് ബാങ്കാണ്. ഇത് സെറ്റപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് 1981. ഇതിന്റെ അണ്ടറിലാണ് ഈ നബാർഡ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇത്
മെയിൻലി സ്മോൾ ഇൻഡസ്ട്രീസ്, വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്ക് സ്പെസിഫിക് ഗോൾ ഓറിയന്റഡ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ ഉണ്ട്. ചിലർക്ക് ഇന്ന സെക്ടറിന്റെ ഡെവലപ്മെന്റ്, അഗ്രികൾച്ചർ ആണെങ്കിൽ വീറ്റ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ട്, അല്ലെങ്കിൽ ഇന്ന മാർജിനൽ ഫാമേഴ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മീഡിയം ടേം ലോൺസ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് നബാർഡിനുണ്ട്. അതുപോലെ തന്നെ ഇവര് നമ്മുടെ ബാങ്ക്സിനൊക്കെ ക്രെഡിറ്റ് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അഗ്രികൾച്ചർ സെക്ടറിന് ലെൻഡ് ചെയ്യേണ്ടത്, എത്ര റേറ്റ്, അങ്ങനെയുള്ള ക്രെഡിറ്റ് പ്ലാൻസും നബാർഡ് നോർമൽ ബാങ്കിന് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്കിനും റീജിയണൽ റൂറൽ ബാങ്ക്സിനും നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്നത് അവരെയൊക്കെ മെയിൻലി സൂപ്പർവൈസ് ചെയ്യുന്നതും നബാർഡാണ്. ബാങ്കിന് മാത്രമല്ല, അവര് ഫാർമേഴ്സിനെ നേരിട്ടും അവർ ഹെൽപ്പ് ചെയ്യും. ഈ ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടും, അതുപോലെ അതിന്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടും, അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നതും നബാർഡ്. ഈ നബാർഡിന്റെ ഡെവലപ്മെന്റ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഈ അടുത്ത സമയത്ത് വന്നിട്ടുള്ളതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതുപോലെ റൂപേ കിസാൻ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ട്രൈബൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. നമുക്കറിയാം ട്രൈബൽ ഏരിയയിൽ അഗ്രികൾച്ചർ സെക്ടറിൽ മാത്രമല്ല, മൊത്തം ട്രൈബൽ ഏരിയയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഒരുപാട് പ്രോഗ്രാംസ് നബാർഡിന്റെ അണ്ടറിൽ വന്നിട്ടുണ്ട്. പിന്നെ ക്ലൈമറ്റ് റിസൈലന്റ് അഗ്രികൾച്ചർ, നമ്മുടെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പാർട്ടായിട്ട്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പാർട്ടായിട്ട് അഗ്രികൾച്ചർ സെക്ടറിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതുപോലെ അഗ്രികൾച്ചർ സെക്ടറിനെ ക്ലൈമറ്റ് റിസൈലന്റ് ആയിട്ട്, ക്ലൈമറ്റിനെയും കൂടെ കൺസേർവ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചർ പ്രോഗ്രസിന് ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങളും നബാർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മൈക്രോ ഫിനാൻസ് സെക്ടർ, അതുപോലെ ഈ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ SHGs ഉണ്ട്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, ഇവരുടെ ഒരു ഡിജിറ്റലൈസേഷൻ ഒരു പ്രോസസ് ആണ് ഈ ശക്തി. ഇതിനുള്ള കുറെ കാര്യങ്ങളും നബാർഡ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഒരു കാര്യം കൂടെ, അത് ഗ്രീൻ റവല്യൂഷൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലാണെങ്കിൽ ഒരു 1960s നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് ഗ്രീൻ റവല്യൂഷൻ. അതായത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിന്റെ, ഇന്ത്യയിൽ ഇപ്പോഴത്തെ അഗ്രികൾച്ചർ സെക്ടറിന്റെ പ്രോഗ്രസിന് ഒരു വലിയ കാരണം ഗ്രീൻ റവല്യൂഷൻ്റെ ഒരു സക്സസ് തന്നെയാണ്. പക്ഷേ ഇത് ടെക്നോളജിക്കൽ റീഫോംസ് കൊണ്ടുവന്നിട്ടുള്ള അണ്ടറിൽ അഗ്രികൾച്ചർ സെക്ടർ. ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ ജനറലി വേൾഡിൽ നോക്കുകയാണെങ്കിൽ നോർമൻ ബോർലോഗ് എന്ന് പറഞ്ഞ ആളാണ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 1970 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഗ്ലോബലി 1950s 60s ഗ്രീൻ റവല്യൂഷൻ കൂടുതൽ സക്സസ് ആയി വന്നത്. ഇനി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ. നമ്മുടെ 1960s ഇന്ത്യയിൽ പൊതുവെ ഗ്രീൻ റവല്യൂഷന്റെ സ്റ്റാർട്ടിങ് ഒക്കെ വന്നത്. നമുക്ക് 2-3 സ്റ്റേറ്റ്സിലായിട്ട് ഗ്രീൻ റവല്യൂഷൻ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് മേജർ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ആണ്. അതായത് അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടി ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അതിൽ ആദ്യത്തെയാണ് പ്രധാനമന്ത്രി കൃഷി സഞ്ജയ് യോജന. ഇതിന്റെ അണ്ടറിൽ ഈ പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്നാണ് ഇതിന്റെ ടാഗ്ലൈൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഇറിഗേഷൻ സപ്ലൈ ചെയിനിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു പ്രോഗ്രാമാണിത്. അതുപോലെ തന്നെ മൈക്രോ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, ഇങ്ങനെയുള്ള ഇറിഗേഷൻ പ്രോഗ്രാംസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് ജൽശക്തി അഭിയാൻ. ഇതും ഇറിഗേഷൻ സെക്ടറിലേക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ്. ഇതിനൊരു 5 ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഉണ്ട്. ഒന്ന് വാട്ടർ കൺസർവേഷൻ ആൻഡ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, പിന്നെ റിനോവേഷൻ ഓഫ് ട്രഡീഷണൽ വാട്ടർ ബോഡി. കാരണം പല സ്ഥലത്തും ട്രഡീഷണൽ വാട്ടർ ബോഡീസ് ഉപയോഗിച്ചാണ് അഗ്രികൾച്ചർ സെക്ടറിൽ അത് ഇറിഗേഷൻ ഒക്കെ നടത്തുന്നത്. അപ്പൊ അതിൻ്റെ ഒരു റിനോവേഷൻ. പിന്നെ മൂന്നാമത്തെ പറയുകയാണെങ്കിൽ റീയൂസ് ആൻഡ് റീചാർജ് ഓഫ് വാട്ടർ. നമ്മൾ ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്തിട്ടും പല സ്ഥലത്തും അഗ്രികൾച്ചർ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റീയൂസും റീചാർജും. പിന്നെ നാലാമത്തെ ആസ്പെക്ട് എന്ന് വാട്ടർ ഷെഡ് ഡെവലപ്മെന്റ്. അഞ്ചാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് ഇന്റൻസീവ് എഫോറസ്റ്റേഷൻ. ഈ 5 ആസ്പെക്ട് ആണ് ജലശക്തി അഭിയാനിൽ അണ്ടറിൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീം എന്ന് പറയുന്നത് അടൽ ഭൂജൽ യോജന. ഈ ഭൂജൽ യോജന എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെന്റിനും അതുപോലെ അതിൻ്റെ തന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് അടൽ ജൽ എന്നും പറയും. ഇനി നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമാണ് ജൽ ജീവൻ മിഷൻ. അതും നമുക്കറിയാം സേഫ് ഡ്രിങ്കിങ് വാട്ടർ 2024 ആകുമ്പോഴത്തേക്കും ഇന്ത്യയിലെ എല്ലാ റൂറൽ ഹൗസ് ഹോൾഡിലേക്കും സേഫ് ഡ്രിങ്കിങ് വാട്ടർ എത്തിക്കുക എന്നുള്ളതാണ് ഈ മിഷന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം.
അപ്പോൾ നമ്മൾ ഇന്ന് അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്. അഗ്രികൾച്ചർ സെക്ടറിൽ പ്ലാനിംഗ് പീരീഡിൽ അഗ്രികൾച്ചർ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ റൂറൽ ക്രെഡിറ്റ് എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. അതുപോലെ തന്നെ നബാർഡ് എന്താണെന്ന് നോക്കി, ഗ്രീൻ റവല്യൂഷൻ നോക്കി. അങ്ങനെയുള്ള അഗ്രികൾച്ചർ സെക്ടറിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കിയത്. എല്ലാവരും മനസ്സിലായി വിചാരിക്കും.